ഈ അർജുൻ ആയങ്കിയെ കോടതിയിലേക്ക് ഹാജരാക്കാൻ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KV ബൈജു ആണ് അവിടെ ഉള്ളത്. കണ്ണൂരിൽ ആണ് ഇപ്പോൾ അർജുൻ ആയങ്കി ഉള്ളത്. അവിടെ കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ ആണ് അർജുൻ ആയങ്കി ഉള്ളത്. അവിടെ നിന്ന് മറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ അർജുൻ ആയങ്കിയെ കൊണ്ടുപോകുമെന്നുള്ളതാണ് വിവരം. KV ബൈജുവിലേക്ക് പോകുമ്പോൾ ബൈജു, അർജുൻ ആയങ്കി ഇപ്പോൾ തന്നെ കോടതിയിലേക്ക് എത്തിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നതാണോ സാഹചര്യം? അഭിലാഷേ, അതാണ് ഇത്. ഏത് സമയത്തും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നേക്കാം. കൂത്തുപറമ്പ് കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് ഹാജരാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു, ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇനി അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് ഏത് സമയത്തും അർജുൻ ആയങ്കിയെ ഇപ്പോൾ അവരുടെ വാഹനത്തിലേക്ക് കയറ്റും, കൂത്തുപറമ്പ് കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് അഭിലാഷ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അർജുൻ ആയങ്കിയുടെ എന്നാണ് നമുക്കറിയുക. ദൃശ്യങ്ങളിൽ കാണാം അർജുൻ ആയങ്കി പുറത്തേക്ക് വരുന്നത്, വാഹനത്തിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ കൊണ്ടുവരുന്നത്. പോലീസ് സുരക്ഷ കൂടുതലുണ്ട്, കൂടുതൽ പോലീസ് എത്തിയിട്ടുണ്ട് ഇവിടെ. ഈ ഒരു സൈബർ പോലീസ് സ്റ്റേഷന്റെ ക്രൈം സ്റ്റേഷന്റെ അതിന്റെ വാതിലിന് തൊട്ടടുത്തേക്കാണ് ഇപ്പോൾ പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത്. അതിന്റെ പുറകിലെ ആ ഒരു ഡോറിലൂടെ ആയിരിക്കും അർജുൻ ആയങ്കിയെ ഈ വാഹനത്തിലേക്ക് കയറ്റുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയേക്കുമെന്ന വളരെ നിർണായകമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. 32 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 12 കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നീക്കം നടക്കുന്നു എന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. ന്യൂസ് 18 അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. ഏതായാലും അതിനാണ് ഇത്രയും സമയമെടുത്തത്. അത്തരം ചോദ്യം ചെയ്യലുണ്ടായത്. ഇയാളെ ഈ ഒരു കേസിൽ ഒരു പക്ഷേ ഇയാൾക്ക് ജാമ്യം ലഭിച്ചേക്കാം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നത്. കാപ്പ ചുമത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്ന ഒരു വിവരമാണ് നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുൻ ആയങ്കി ഇനിയുള്ള നാളുകളിൽ ജയിലിൽ നിന്ന് തന്നെ കഴിയേണ്ടി വരും. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങൾ അത് ചിലപ്പോൾ ചലിപ്പിക്കാൻ ആളുണ്ടായേക്കാം. പക്ഷേ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ദൃശ്യങ്ങൾ ഒക്കെ കാണുന്ന രീതിയിലൊക്കെ പുറത്ത് കടക്കാൻ കഴിയാത്ത രീതിയിൽ ജയിലിനകത്ത് ഇടാനുള്ള തീരുമാനം, അങ്ങനെ അതാണ് ഇത്രയും വൈകിയത് പോലീസ് നടപടി. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കി ജാമ്യം എടുക്കുമ്പോഴേക്കും ഈ കാപ്പ ചുമത്തി ഇയാളെ കാലങ്ങളായി ഈ ജയിലിലിടാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നു. അത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുള്ള ഒരു നീക്കം. ഇയാളെ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പൂട്ടുക, അതാണ് ഇപ്പോൾ കേരള പോലീസിന്റെ തീരുമാനം. അർജുൻ ആയങ്കി ഇപ്പോൾ ഇതിന് തൊട്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഗ്ലാസിന് തൊട്ട് സമീപത്തുണ്ട്. ഏത് സമയത്തും പുറത്തേക്ക് വരാം. അതിനുശേഷം കൂത്തുപറമ്പ് കോടതിയിലായിരിക്കും അർജുൻ ആയങ്കിയെ ഹാജരാക്കുക. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ആയിരിക്കും ഹാജരാക്കുക. അങ്ങനെ ഹാജരാക്കിയതിനു ശേഷം ഇപ്പോൾ ഈ കാപ്പയുമായി ബന്ധപ്പെട്ട് കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ, അതോടൊപ്പം കൊച്ചിയിലെ കേസുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഏതായാലും കൃത്യമായി ഇയാളെ പൂട്ടുക, കൊടും ക്രിമിനലിനെ പൂട്ടുക. 32 കേസുകളാണ് ഈ ഒരു പ്രതിക്കെതിരെ ഉള്ളത്. നിസ്സാരമല്ല. അതിൽ കൊലപാതകമുണ്ട്, വധശ്രമമുണ്ട്, സ്വർണം തട്ടിപ്പ് കേസുണ്ട്. അങ്ങനെ ഒരുപാട് ക്രിമിനൽ ബന്ധമുള്ള കേരളത്തിലെ ഒരുപക്ഷെ കൊട്ടേഷൻ ഗുണ്ടകളുടെ നേതാവ്, അവരെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് അർജുൻ ആയങ്കി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു അഭിമാന പ്രശ്നമാണ്. ഇനിയിപ്പോൾ നിസാര വകുപ്പ്, ഇതിലൊരു നിസാര വകുപ്പ് മാത്രമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതായത് ജാമ്യം കിട്ടുന്ന വകുപ്പ്, അതല്ലാതെ വലിയ ജാമ്യമില്ലാ വകുപ്പ് ഇപ്പോൾ ഈ ഒരു ചെയ്ത കുറ്റത്തിനുള്ള. പക്ഷെ അങ്ങനെയല്ല, കൂടുതൽ കേസുണ്ട്. കൊലപാതകം ഉൾപ്പെടെയുള്ള കൂടുതൽ കേസുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ എന്നേക്കുമായി കുറെ കാലങ്ങളായി ഇനി ജയിലിൽ തന്നെ ഇതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് അർജുൻ ആയങ്കി പുറത്തേക്ക് വരും. നമുക്ക് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ എന്ന് നോക്കാം. അഭിലാഷ്, അർജുൻ ആയങ്കിയെ പുറത്തേക്ക് എത്തിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് അർജുൻ ആയങ്കിയെ പുറത്തേക്ക് എത്തിക്കുന്നത്. ദിവസങ്ങളോളം പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിനു വേണ്ടി പുറത്തേക്ക് എത്തിക്കുന്നു എന്നതാണ്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ നമ്മൾ അർജുൻ ആയങ്കിയെ കൊണ്ടുവന്നിട്ടുള്ള
പോലീസ് സ്റ്റേഷന്റെ കവാടത്തിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. അവിടെ നിന്ന് ഉടൻ തന്നെ അർജുൻ ആയങ്കിയെ പുറത്തേക്ക് എത്തിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളോട് അർജുൻ ആയങ്കി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമോ എന്നതാണ് എല്ലാവരും നോക്കുന്നത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെയൊക്കെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർജുൻ ആയങ്കി. ഇനി നേരിട്ട് എന്ത് പ്രതികരണമാണ് അർജുൻ ആയങ്കിക്ക് കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ പറയാൻ ഉള്ളത് എന്നതാണ് അറിയേണ്ടത്. അതിനിടെ ഗൗരവ സ്വഭാവമുള്ള വകുപ്പുകൾ അർജുൻ ആയങ്കിക്ക് മേൽ ചുമത്തും എന്ന വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. കാപ്പ ചുമത്തുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അർജുൻ ആയങ്കിക്ക് പൂട്ടിടുക എന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ നീക്കം എന്നതാണ്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ, പൊതുസമൂഹത്തിന് ഒന്നാകെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊട്ടേഷൻ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ട്, ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ട് അർജുൻ ആയങ്കിയെ പൂട്ടുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അല്പസമയത്തിനകം തന്നെ അർജുൻ ആയങ്കിയെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകും. KV ബൈജുവിലേക്ക് പോകുമ്പോൾ, ബൈജു, ഏത് കോടതിയിലാണ് ഹാജരാക്കുക? അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണല്ലോ. അഭിലാഷ്, കൂത്തുപറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അവരുടെ വസതിയിലാണ് ഹാജരാക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ നിന്നും നേരെ കൂത്തുപറമ്പിലേക്ക് കൊണ്ടുപോകും. അവിടെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇതിൽ കോതമംഗലത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാറുണ്ട്. അവിടെ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്, അവർക്ക് കൈമാറും. ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസിന് ഒരു പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പരാമർശം, അതാണ് ഇപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അർജുൻ നായികയ്ക്കെതിരെയുള്ള കേസ്. പക്ഷേ അങ്ങനെയല്ല, അർജുൻ നായികി എന്ന് പറയുന്ന ഈ ഒരു കൊടും ക്രിമിനൽ, അത്തരം പ്രയോഗം തന്നെ വേണം. കാരണം അത്രത്തോളം ഹീനമായ പ്രവൃത്തികളാണ് ഇയാളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 32 കേസുകൾ ഒരു പ്രതിക്കെതിരെ, സ്വാഭാവികമായും 10 കേസുകൾ, ക്രിമിനൽ കേസുകൾ ഉണ്ടായാൽ തന്നെ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കാപ്പ ചുമത്താറുള്ളത് പതിവാണ്. പക്ഷേ ഇയാൾക്ക് 32 കേസ് ഉണ്ടായിട്ടും കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്നതായതുകൊണ്ട് തന്നെ ആയിരിക്കണം LDFന്റെ ഒരു ഇയാൾക്ക് ഒരു സഹായം അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വരുന്ന ആക്ഷേപമാണ്. അതുകൊണ്ടായിരിക്കും ഇയാൾക്കെതിരെ ഇതുവരെ കാപ്പ ചുമത്താത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഒരുപാട് ക്രിമിനലുകളെ ഇത്തരത്തിൽ പൂട്ടുന്ന ഒരു സമയമാണ്. ആ 10 കേസായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാപ്പ ചുമത്തി അവരെ ജയിലിലടക്കുക. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കേസുകളിൽ കണ്ടത്. പക്ഷേ ഇത്തരമൊരു കുറ്റവാളി, സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 പേരുടെ ജീവനെടുത്ത ഒരു കേസിൽ പ്രതി, നിരവധി അത്തരത്തിൽ 2 മറ്റു കൊലപാതകത്തിലെ ഒരു കേസിലെ പ്രതി, വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഇയാളുടെ വീട് നിൽക്കുന്ന സ്ഥലമാണ് വളപട്ടണം പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 12 കേസുകളാണ് ഈ പ്രതിക്കുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രതിയാണ്. ഏതായാലും ഒരു ചെറിയ കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെങ്കിലും ഒരു വലിയ മീൻ പോലീസിന്റെ വലയിലായി അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലായി എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം കേരളത്തിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വെല്ലുവിളിച്ചും ഇത്തരത്തിൽ നിയമ സംവിധാനത്തെ പരിഹസിച്ചും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോലും വെല്ലുവിളിച്ചും ഒരു നടന്ന ഒരു പ്രതി, ആ പ്രതിയെ 4 ദിവസം വേണ്ടി വന്നു പിടികൂടാൻ. അത്രത്തോളം ഗ്രൗണ്ടിൽ നിന്നുള്ള സഹായം ഇയാൾക്ക് ഒളിവിൽ കഴിയുമ്പോൾ അവിടെ പോലീസ് വിവരം അറിഞ്ഞെത്തുമ്പോൾ അതിൽ നിന്ന് കൃത്യമായി ഇയാൾക്ക് വിവരം എത്തിച്ചു കൊടുക്കാൻ ആളുകൾ, ഒരുപക്ഷെ ഇപ്പോഴും ഇയാൾക്ക് പോലീസ് സേനയിൽ തന്നെ ഇത്തരം വിവരങ്ങൾ നൽകാൻ ആളുകൾ ഉണ്ടായിരിക്കാം എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇയാളിൽ നിന്നും ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇയാളെ ഇനി കോതമംഗലം കേസിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുണ്ടാവും. അത് വിപുലമായ ഒരു ചോദ്യം ചെയ്യലേക്ക് അങ്ങനെ കടക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കേസിൽ ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കൃത്യമായി ഈ 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ ഭീഷണിപ്പെടുത്തിയ കേസ്, ആ കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ അത് കൊച്ചിയിൽ ഉണ്ടാകാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുത്തേക്കാം. അപ്പോഴേക്കും ഈ കാപ്പ ചുമത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നേക്കാം. അങ്ങനെ എന്നേക്കുമായി കുറെ കാലങ്ങളായുള്ള ഒരു പൂട്ടിടൽ, ഈ അർജുൻ നായികയെ പൂട്ടിടൽ, അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇയാൾ
ഇത്തരത്തിൽ നിയമസഹായം തേടിയാണ് ഈ അഭിഭാഷകരുടെ അടുത്തെത്തുന്നത്. പക്ഷെ 9 മണിക്കൂർ ഇയാൾ ചർച്ച ചെയ്തിട്ടും ഈ അഭിഭാഷക എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. ഇനി ഇപ്പോൾ ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ കഴിയാൻ സാധിച്ചതോടാണോ ആ ഒരു കാര്യം കൂടി ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ ഈ ഒരു പരിധിയിൽ വരുന്നുണ്ട്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ പാടുപെടുകയാണ്. ഇവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെയുള്ളൊരു ക്രിമിനലാണ്. മാത്രമല്ല ഇയാൾക്ക് പിന്തുണയും ഏറെയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നോക്കിയാൽ കാണാം. ഇയാളുടെ ഇത്തരത്തിലുള്ള വെല്ലുവിളിച്ച് പരിഹസിച്ചുകൊണ്ടുള്ള ഓരോ പോസ്റ്റുകൾക്കും പിന്തുണ നൽകുന്ന ആളുകളും നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നതാണ് ലജ്ജാകരം. അങ്ങനെ ഓർക്കണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30-ലധികം കൊലപാതകം ഉൾപ്പെടെയുള്ള 30-ലധികം കേസുകളിൽ ഒരു പ്രതിയാണ്. ഇത്തരത്തിൽ ഓരോ വാക്കുകളും ഇത്തരത്തിൽ പരാമർശിച്ചപ്പോൾ അതിന് പിന്തുണയ്ക്കാൻ ഒരു കൂട്ടം ആളുകൾ എത്തുന്നു എന്നതാണ്. അതായത് ക്രിമിനലിനെ സഹായിക്കാൻ വലിയ തോതിൽ ആളുകൾ ഉണ്ട് എന്നതാണ്. എന്തായാലും അത് ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉന്നത നേതൃത്വം, അതായത് പിണറായി വിജയൻ, MV ജയരാജൻ, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇയാളെ പൂർണ്ണമായും തള്ളി കഴിഞ്ഞ ദിവസം മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടിയാണ് ഒരുപക്ഷെ നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചത് പറയേണ്ടി വരും. ഇനി ഏതെങ്കിലും തരത്തിൽ ഇയാളെ പിടികൂടാതിരുന്നാൽ അത് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാണക്കേടായിരിക്കും. കാരണം ഇയാളെ പിടികൂടണം, അല്ലെങ്കിൽ ഇയാളെ തൂഫാനിലെ ഇതുപോലെ പിടികൂടണം എന്ന തരത്തിൽ തൂക്കണമെന്നാണ് MV ജയരാജൻ പറഞ്ഞത്. അത്തരത്തിൽ തഗ് ഡയലോഗൊക്കെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഇയാൾക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ പോലും ഈ തരത്തിൽ ഒരു പ്രതികരണമായി എത്തുമ്പോൾ ഇയാളെ പിടികൂടാതിരുന്നാൽ അത് UDF സർക്കാരിനെ സംബന്ധിച്ച്, കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും ഇയാളെ പിടികൂടാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു കേരള പോലീസ് എന്ന കാര്യം സംശയമില്ല. കാരണം അത്രത്തോളം ആളുകൾ പോലീസ് സേനയിൽ പോലും ഇയാൾക്ക് ഇത്തരത്തിൽ വിവരങ്ങൾ എത്തിച്ചു നൽകാനുണ്ട്. അതോടൊപ്പം കേരളത്തിന്റെ അങ്ങോളം കൊട്ടേഷൻ സംഘങ്ങളുടെ വലിയ നേതാവായി നടക്കുന്ന ഒരാളാണ്. പലപ്പോഴും കേസുകളിൽ ഇയാൾ ഉൾപ്പെടാറില്ല. ഇയാൾ പിന്നിൽ നിന്നും ഇത്തരത്തിൽ ആക്ഷൻ പറയുന്ന ഒരാളാണ്. ഇയാൾക്ക് വേണ്ടി ഇത്തരത്തിൽ സ്വർണം തട്ടാനും കൊല്ലാനും ചാകാനും കേരളത്തിൽ ആളുകളുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അത്തരം ക്രിമിനൽ സംഘങ്ങളെ കുറിച്ചെല്ലാം ഇപ്പോൾ ഏതാണ്ട് ചോദ്യം ചെയ്യൽ ഉണ്ടായി. ഇതിനപ്പുറം ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ എത്തിച്ചായിരിക്കും വലിയ കൃത്യമായ ചോദ്യം ചെയ്യൽ. ഇതിൽ കേരളത്തിലെ പല ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ പോലീസിന് കിട്ടേണ്ടതുണ്ട്. കാരണം ഓപ്പറേഷൻ തൂഫാന് പിന്നാലെ ഗുണ്ടകളെ പിടികൂടുന്ന പുതിയ ദൗത്യത്തിലേക്ക് കേരള പോലീസ് കടക്കുകയാണ്. അതിൽ ഒരു നാഴികക്കല്ലായേക്കാം ഈ ഒരു പ്രതിയുടെ, ഈ ഒരു കൊടു ക്രിമിനലിന്റെ അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യൽ, ഇനി കൊച്ചിയിൽ എത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ളതായിരിക്കും. ഇയാളെ കൃത്യമായി ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇയാൾക്ക് ബന്ധമുള്ള, സൗഹൃദമുള്ള എല്ലാ ആളുകളെയും കണ്ടെത്തുക. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഇയാൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോൺ, അത് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഫോൺ ഉപയോഗിക്കാതെ പോയതുകൊണ്ടായിരിക്കാം ഇയാൾ പിടിയിലായത്. കാരണം ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഫോൺ വാങ്ങി ഇയാൾ സുഹൃത്തിനെ വിളിക്കുന്നു. അങ്ങനെ സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർ അത് പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഇയാൾ വാഹനത്തിലൂടെ അവിടെ നിന്നും സഞ്ചരിച്ച വഴിയിലൂടെ പോലീസും സഞ്ചരിക്കുന്നു. ഒടുവിൽ കണ്ണൂരിൽ കമ്മീഷണർ ഓഫീസിന്റെ മൂക്കിന് താഴെ നിന്നും ഇയാളെ പിടികൂടുന്ന സാഹചര്യം.